റൂം പങ്കുവയ്ക്കാൻ പോലും പറ്റില്ല. ഒറ്റയ്ക്കാകുമോ എന്ന് ഭയന്നിരുന്നു. ആ ബന്ധം വേണ്ടെന്ന് വെച്ചതിന് കാരണം പറഞ്ഞ് തൃഷ. അടുത്ത കാലത്ത് വ്യക്തിജീവിതം ഏറ്റവും കൂടുതൽ ചർച്ചയായ തെന്നിന്ത്യൻ നടിമാരിൽ ഒരാളാണ് തൃഷ. നടൻ വിജയുമായി പ്രണയത്തിലാണെന്ന ഗോസിപ്പ് വ്യാപകമായി പ്രചരിച്ചു. തൃഷ ഇതുവരെയും ഈ ഗോസിപ്പുകളോട് പ്രതികരിച്ചിട്ടില്ല. 42-കാരിയായ തൃഷ തന്റെ അമ്മയ്ക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം ജീവിതം ആഘോഷിക്കുന്നയാളാണ്. പ്രായം 40 പിന്നിട്ടതുകൊണ്ട് വിവാഹം കഴിക്കണമെന്ന ചിന്താഗതിയൊന്നും തൃഷയ്ക്കില്ല. തനിക്ക് അനുയോജ്യനായ ആളെ കണ്ടില്ലെങ്കിൽ വിവാഹമേ ഉണ്ടാകില്ലെന്ന തീരുമാനത്തിലാണ് നടി. 2015 വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നെങ്കിലും ഈ ബന്ധത്തിൽ നിന്ന് നടി പിന്മാറുകയായിരുന്നു. വരനും കുടുംബവും തൃഷ സിനിമാ രംഗത്ത് തുടരുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചതായിരുന്നു പ്രശ്നങ്ങൾക്ക് കാരണം. വിവാഹം ചെയ്ത് പിന്നീട് വേർപിരിയാനോ മറ്റാർക്കെങ്കിലും വേണ്ടി സന്തോഷകരമല്ലാത്ത വിവാഹ ജീവിതത്തിൽ തുടരാനോ താല്പര്യമില്ലെന്നാണ് തൃഷ വ്യക്തമാക്കിയത്. വിവാഹശേഷം സിനിമാ രംഗം വിടാൻ വരുൺ തന്നോട് ആവശ്യപ്പെട്ടെന്നും ഇത് തനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നുമായിരുന്നു തൃഷ പറഞ്ഞത്. തൃഷയ്ക്കൊപ്പം നായിക നടിമാരായി തിളങ്ങിയവരാണ് നയൻതാര, അസിൻ, ശ്രേയ ശരൺ തുടങ്ങിയവരെല്ലാം. ഇവർ ഇന്ന് വിവാഹിതരും അമ്മമാരുമാണ്. എന്നാൽ തൃഷയ്ക്ക് ഇക്കാര്യത്തിൽ തന്റേതായ തീരുമാനമുണ്ട്. അച്ഛന്റെയും അമ്മയുടെയും ഒറ്റ മകളാണ് തൃഷ. സഹോദരങ്ങളില്ലാതെ വളർന്നതിനെക്കുറിച്ച് ഒരിക്കൽ തൃഷ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. എനിക്ക് സിംഗിൾ ചൈൽഡ് സിൻഡ്രോം ഉണ്ട്. ഒറ്റയ്ക്ക് സമയം ചിലവഴിച്ച് എനിക്ക് ശീലമായി. ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ് ഉറങ്ങിയത്. എനിക്ക് എൻ്റെതായ സ്പേസാണ് ഇഷ്ടം. മറ്റാർക്കെങ്കിലും ഒപ്പം റൂം പങ്കുവയ്ക്കുന്നത് പോലും പറ്റില്ല. സ്വകാര്യതയ്ക്ക് താനപ്പോൾ വല്ലാതെ ആഗ്രഹിക്കുമെന്നും തൃഷ പറഞ്ഞു. വ്യവസായി വരുൺ മന്നിയെയാണ് തൃഷ 2015 വിവാഹം ചെയ്യാനിരുന്നത്. വിവാഹ നിശ്ചയ ദിവസം പോലും ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ധനുഷിനെ തൃഷ കല്യാണ നിശ്ചയത്തിന് ക്ഷണിച്ചത് വരുണിന് ഇഷ്ടപ്പെട്ടില്ല. ധനുഷിനെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കരുതെന്ന് നേരത്തെ വരുൺ മന്യൻ തൃഷയോട് നിർദ്ദേശിച്ചിരുന്നു. ഇരുവരും തമ്മിൽ നേരത്തെ ചില പ്രശ്നങ്ങളുണ്ട്. എന്നാൽ തൃഷ അത് കാര്യമാക്കാതെ ധനുഷിനെ ക്ഷണിക്കുകയാണ് ഉണ്ടായത്. അതിനെ ചൊല്ലി തർക്കമുണ്ടായതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. രജനീകാന്തിന്റെ മകൾ സംവിധാനം ചെയ്ത കൊച്ചടിയാൻ എന്ന ചിത്രത്തിന് സാമ്പത്തിക സഹായം ചെയ്തത് വരുൺ മന്നിയായിരുന്നു. സിനിമ പരാജയപ്പെട്ടു. ഇതോടെ പണത്തിന്റെ കാര്യത്തിൽ രജനീകാന്തിന്റെ കുടുംബവുമായി കേസായപ്പോൾ രജനി ഫാൻസ് വരുൺ മന്നിന്റെ ഓഫീസ് അടിച്ചു തകർത്തു. ഈ സംഭവം വരുൺ മന്നിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നുവെന്നും ധനുഷുമായുള്ള അകൽച്ചയ്ക്ക് ഇത് കാരണമായെന്നും സംവിധായകൻ ആലപ്പി അഷ്റഫ് അടുത്തിടെ പറയുകയുണ്ടായി.